قال عبد الرحمن بن مهدي رحمه الله قلت لابن المبارك. അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി അറിയപ്പെട്ടൊരു ഇമാമാണ്. ഇമാം ഷാഫിയുടെ ഒക്കെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതനാണ്. ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ 200 മുമ്പായിട്ട് ആ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. ഖുൽതു ലിബ്നുൽ മുബാറക്, ഞാൻ അബ്ദുല്ലാഹി ബിൻ മുബാറക്കിനോട് പറഞ്ഞു. അബ്ദുല്ലാഹി ബിൻ മുബാറക് താബിഈൻ വലിയ ഇമാമാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഇബ്രാഹിം ബിൻ അദ്ഹം മിമ്മൻ സമിഅ. ഇബ്രാഹിം ബിൻ അദ്ഹം എന്ന് പറഞ്ഞാൽ വലിയൊരു സാഹിദാണ്, സൂഫികൾ അവരുടെ നേതാവാണ്, സൂഫിയാണെന്ന് പറയുന്ന ആളാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു സാലിഹായ മനുഷ്യനായിരുന്നു, അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ സൂഫികൾ എന്ത് ചെയ്യും? ഇബാദത്ത് കൊണ്ട് അറിയപ്പെട്ട ആളുകളൊക്കെ അവരുടെ നേതാവാണെന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിൽ കുറേ കള്ളക്കഥകൾ പ്രചരിപ്പിക്കും. അപ്പം അങ്ങനെയുള്ള ഒരാളാണ് ഇബ്രാഹിം ബിൻ അദ്ഹം. ഇബ്രാഹിം ബിൻ അദ്ഹം ആരിൽ നിന്നാണ് കേട്ടത്? ഇപ്പോൾ സലഫുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരാളെ കുറിച്ച് അറിയാൻ അയാളുടെ സനദ്, ഇയാളുടെ ശൈഖാരാണ്, എവിടെ നിന്നാണ് ഇദ്ദേഹം എൽമെടുത്തത് എന്ന് അന്വേഷിക്കും. അത് ചോദിച്ചപ്പോൾ ഖാല ഖദ് സമിഅ മിനൻ നാസ്. ഇബ്നു മുബാറക് റഹിമഹുല്ലാ കൂടുതൽ വിശദമായിട്ടൊന്നും ഉത്തരം പറഞ്ഞില്ല. അയാളുടെ ശൈഖ്മാർ ഇന്നയാളാണ് ഇന്നയാളാണ് എന്നൊന്നും എണ്ണി പറഞ്ഞില്ല. ഖദ് സമിഅ മിനൻ നാസ്, കുറെ ആൾക്കാരിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് ചുരുക്കി പറഞ്ഞു. വലഹു ഫദ്ലുൻ ഫീ നഫ്സിഹി, പക്ഷെ അദ്ദേഹത്തിന് സ്വന്തം നഫ്സിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ഫദ്ലുണ്ട്. ആരിൽ നിന്ന് കേട്ടു എന്നതിനേക്കാൾ അപ്പുറം അദ്ദേഹത്തിന് സ്വന്തമായി ചില ഗുണങ്ങളുണ്ട്. സ്വാഹിബു സറായിർ, അതാണ് പറഞ്ഞത്. സ്വാഹിബു സറായിർ, രഹസ്യങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞാൽ രഹസ്യമായി അമല് ചെയ്യുന്ന ആളാണ്. അതാണ് ഏറ്റവും വലുത്. ഷെയ്ഖുമാരെക്കാളും എൽമ പഠിക്കുന്നതിനേക്കാളും ഒക്കെ അടിസ്ഥാനം അതാണ്. അതുണ്ടെങ്കിലേ മറ്റെന്തുണ്ടായിട്ടും ഗുണമുള്ളൂ. അതില്ലെങ്കിൽ സ്വന്തം നഫ്സിൽ ഒരാൾ ഫാജിറാണെങ്കിൽ അവൻ എത്ര വലിയ ആലിമിൻ്റെ അടുത്തിരുന്നിട്ടും കാര്യമില്ല. അതിന് ഏറ്റവും വലിയ തെളിവെന്താണ്? മുനാഫിക്കുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തസ്കിയുണ്ട് അവർക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. പക്ഷെ അല്ലാഹു തആല അത് സ്വീകരിച്ചിട്ടില്ല. അപ്പം അടിസ്ഥാനം അതാണ്. അത് ഉണ്ടെങ്കിലേ മറ്റു കാര്യങ്ങൾ കൊണ്ട് പ്രയോജനമുള്ളൂ. സ്വാഹിബു സറായിർ, അദ്ദേഹം രഹസ്യങ്ങളുടെ ഉടമയാണ്. വമാ റഅയ്തുഹു യുൽഹിറു തസ്ബീഹൻ വലാ ശൈഅൻ മിനൽ ഖൈർ, അദ്ദേഹം ഒരിക്കലും പരസ്യമായി തസ്ബീഹ് ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇബാദത്ത് കൊണ്ട് അറിയപ്പെട്ട ആളാണ്. പക്ഷേ അദ്ദേഹം അറിയപ്പെടുന്നത് രഹസ്യമായി ചെയ്യുന്നത് ആരെങ്കിലും കണ്ടിട്ടായിരിക്കും. പരസ്യമായി അദ്ദേഹം തസ്ബീഹ് ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നല്ല പറഞ്ഞത്. യുൽഹിറു, തസ്ബീഹ് പരസ്യമായി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. വലാ ശൈഅൻ മിനൽ ഖൈർ, അതുപോലെ ഖൈറായിട്ടുള്ള ഒരു കാര്യവും സ്വതക്കയായാലും ഒന്നും അദ്ദേഹം ആളുകൾക്കിടയിൽ വെച്ച് ചെയ്യാറില്ല. വലാ അകല മഅ ഖൗമിൻ ഖത്തു, അദ്ദേഹം ആരുടെയെങ്കിലും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തലകയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലാ കാന ആഖിറ മൻ യർഫഉ യദഹു, ആ തലകയിൽ നിന്ന് അവസാനം കൈയെടുക്കുന്ന ആളായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു ജാഹിദാണെന്ന് കാണിക്കാൻ വേണ്ടി, അധിക ഭക്ഷണമൊന്നും കഴിക്കാത്ത ആളാണെന്ന് കാണിക്കാൻ വേണ്ടി വേഗം എഴുന്നേറ്റ് പോകില്ല. അദ്ദേഹം പരമാവധി അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു സാധാരണക്കാരനായിട്ടാണ് എഴുന്നേൽക്കുകയുള്ളൂ. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത, അതാണ് അടിസ്ഥാനം എന്നാണ് ഇബ്നു മുബാറക് റഹിമഹുല്ലാ പറഞ്ഞത്. ഇതുപോലെ ഇമാം അഹ്മദ് പറഞ്ഞൊരു സംഭവം കാണാം. ഇമാം അഹ്മദിനോട് അദ്ദേഹത്തിന്റെ മകൻ ചോദിച്ചു, മഅറൂഫ് അൽ ഖറഖി റഹിമഹുല്ലാ. അദ്ദേഹം ഇമാം അഹ്മദിന്റെ കാലത്തുള്ള ഒരു ആലിമായിരുന്നു. പക്ഷെ അദ്ദേഹം എൽമിന്റെ കാര്യത്തിൽ അത്ര അറിയപ്പെട്ട ആളല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ, ഇമാം അഹ്മദിന്റെ മകന് മഅറൂഫ് അൽ ഖറഖിയെ കുറിച്ച് ചെറുതായിട്ട് വില കുറച്ച് സംസാരിച്ചു. വലിയ ഇൽമുള്ള ആളായിരുന്നില്ല എന്നുള്ള നിലക്ക് പറഞ്ഞു. ഇമാം അഹ്മദ് പറഞ്ഞു, വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. ഈ മഅറൂഫ് അൽ ഖറഖി അദ്ദേഹം എത്തിപ്പെട്ട അവസ്ഥ, അതല്ലാതെ പിന്നെ എന്താണ് ഇൽമു കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്? കാരണം അദ്ദേഹവും ഇതുപോലെ ഇബാദത്ത് കൊണ്ടും സുഹുദ് കൊണ്ടും അതുപോലെ തന്നെ ഇഖ്ലാസ് കൊണ്ടൊക്കെ അറിയപ്പെട്ട ആളായിരുന്നു. അപ്പം അതാണ് ഇൽമിന്റെ അടിസ്ഥാനം, അതാണ് ഇൽമിന്റെ ലക്ഷ്യം എന്ന് ഇമാം അഹ്മദ് പറഞ്ഞു. അപ്പോൾ ഇഖ്ലാസ് ആണ്, രഹസ്യമായി അമൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇഖ്ലാസിന്റെ ഒരു അടയാളമാണ്. അപ്പം അതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്നർത്ഥം, നമ്മൾ മറന്നുപോകരുത്. അൻ മുഹമ്മദ് ബിൻ അൽ ഖാസിം റഹിമഹുല്ലാ ഖാല, മുഹമ്മദ് ബിൻ അൽ ഖാസിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, സ്വഹിബ്തു മുഹമ്മദ് ബിൻ അസ്ലം അക്സറ മിൻ 20 സന, 20 വർഷം ഞാൻ മുഹമ്മദ് ബിൻ അസ്ലം റഹിമഹുല്ലാ എന്ന മഹാനായ സലഫ് അദ്ദേഹത്തെ ഞാൻ പിന്തുടർന്നു, അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ സഹവസിച്ചു. ലം അറഹു യുസല്ലി റക്അതൈനി മിന തതവ്വു, അദ്ദേഹം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. 20 വർഷം കൂടെ നടന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താണ്? വീട്ടിൽ വെച്ചായിരിക്കും നമസ്കരിക്കുന്നത്. സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ നമസ്കരിക്കുന്നതാണ് അഫ്ളൽ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്, അതാണ് ഏറ്റവും വലിയ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നമസ്കരിക്കാറുള്ളത് വീട്ടിൽ വെച്ചാണ്, ഫർള് പള്ളിയിലും സുന്നത്ത് വീട്ടിലും. അതുപോലെ മറ്റൊരു കാരണം എന്താണ്? വീട്ടിൽ ബർക്കത്തുണ്ടാകും. വീട്ടിൽ അള്ളാഹുവിന്റെ ദിക്ർ പറയപ്പെട്ടാൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാകും, പിശാചുക്കൾ ആ വീട്ടിൽ നിന്ന് അകലും. അപ്പോൾ ഇങ്ങനെയുള്ള 2 കാരണങ്ങളുണ്ട് വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കാൻ. അപ്പോൾ മാത്രമല്ല മറ്റൊരു കാരണം എന്താണ്? ഇഖ്ലാസ് കൂടുതലായിരിക്കും. വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഇഖ്ലാസ് കൂടുതലായിരിക്കും. അതുപോലെ മക്കൾ നമ്മെ മാതൃകയാക്കും. വീട്ടിൽ സുന്നത്ത് നമസ്കരിക്കുന്ന കണ്ടാൽ മക്കളും അത് മാതൃകയാക്കും. ഇങ്ങനെ പല ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹം വീട്ടിൽ വെച്ച് ആണ് സുന്നത്ത് നമസ്കരിക്കാറുള്ളത്. 2 റക്അത്ത് പോലും നമസ്കരിക്കുന്നത് ഞാൻ ഈ 20 വർഷത്തിനടുക്ക്
കണ്ടിട്ടില്ല. ഇല്ല യൗമൽ ജുമുഅ, ജുമുഅ നമസ്കാരം വെള്ളിയാഴ്ച ദിവസം ഒഴികെ. കാരണം വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നേരത്തെ വരൽ സുന്നത്താണ്. അപ്പോൾ പിന്നെ പള്ളി നമസ്കരിക്കാൻ നിർവാഹമില്ല, ബാക്കി സമയം സുന്നത്ത് നമസ്കരിക്കാണല്ലോ വേണ്ടത്. ഇതിന്ന് മറ്റൊരു കാര്യം മനസ്സിലാക്കാവുന്ന എന്താണ്, യഥാർത്ഥ സുഹബത്ത് എന്ന് പറഞ്ഞാൽ, ദീനിന് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് എല്ലാ രഹസ്യങ്ങളും പങ്കുവെക്കുക, അല്ലെങ്കിൽ കുറേ സംസാരിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. രണ്ടുപേരും അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങളായ അടിമകളാണെങ്കിൽ അവർ തമ്മിൽ പരിചയപ്പെട്ടാൽ തന്നെ അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം ഉണ്ടാകും. അത് കൂടുതൽ എന്നും പരസ്പരം കാണുക, എന്നും പരസ്പരം ആശയവിനിമയം നടത്തുക, വിളിക്കുക, ഇതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഒരു തെളിവാണിത്. കാരണം എന്താണ്, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫർള് കഴിഞ്ഞാൽ അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോകുന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ 20 വർഷം അവർ തമ്മിലുള്ള സുഹബത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല ആൾക്കാർ അവരുടെ ജീവിതത്തിലെ കുറച്ച് നിമിഷങ്ങൾ നമുക്ക് അവരുടെ കൂടെ സഹവസിച്ചാൽ തന്നെ അത് മതി അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹമായിട്ട്, സുഹബത്തായിട്ട്. എത്രയോ പ്രാവശ്യം അദ്ദേഹം സത്യം ചെയ്ത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ലോ ഖദിർതു അൻ അതതവ്വഅ ഹൈസു ലാ യറാനി മലകായ ലഫഅൽതു. ഞാൻ വീട്ടിൽ വെച്ചാണ് സുന്നത്ത് നമസ്കരിക്കാറുള്ളത്, അതിനു പുറമെ നമ്മുടെ കൂടെയുള്ള 2 മലക്കുകളുണ്ടല്ലോ, ഈ മലക്കുകൾ കാണാത്ത വല്ല സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പോയി ഞാൻ നമസ്കരിക്കുമായിരുന്നു. അതൊരു മുബാലകത്തായിട്ട്, അതിശയോക്തിയായിട്ട് പറഞ്ഞതാണ്, ഹക്കീക്കത്ത് ഉദ്ദേശിച്ചിട്ടല്ല. ആ മലക്കുകൾ പോലും കാണാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഖൗഫൻ മിന റിയാ പേടിച്ചിട്ട്. വകാന യദ്ഖുലു ബൈതൻ ലഹു വയുഗ്ലിഖു ബാബ. അദ്ദേഹത്തിന് ഒരു വീടുണ്ടായിരുന്നു, ആ വീട്ടിൽ അദ്ദേഹം കയറി വാതിലടക്കും. വലം അദ്രി മാ യസ്ന, എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് അറിയില്ല. താമസിക്കുന്ന വീടല്ലാതെ വേറൊരു വീടുണ്ട്, അതിൽ കയറി അദ്ദേഹം വാതിൽ പൂട്ടിയിരിക്കും. ഹത്താ സമയത്തു ഇബ്നൻ ലഹു സഗീറൻ യഹ്കി ബുകാഅഹു. പിന്നെ മനസ്സിലായത് ഇദ്ദേഹത്തിന്റെ ചെറിയൊരു മകന് ഇദ്ദേഹം വീട്ടിലിരുന്ന് കരയുന്നത് കണ്ടിട്ട് അതുപോലെ ഇവനും അനുകരിക്കാൻ തുടങ്ങി. വാപ്പാടെ ഉള്ളെന്ന് കരയുന്നത് കണ്ടിട്ട് ചെറിയ മോന് പുറത്തിങ്ങനെ ആംഗ്യം കാണിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീട്ടിലിരുന്ന് അദ്ദേഹം കരയുകയാണ്. വകാന ഇദാ അറാദ അൻ യഖ്റുജ്, അവിടുന്ന് പുറത്തിറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഗസല വജ്ഹഹു, അദ്ദേഹം മുഖം കഴുകും. വക്തഹൽ, സുർമയിടും, കണ്ണിൽ സുർമയിട്ട് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് പുറത്തു വരും. ഫലാ യുറാ അലൈഹി അസറുൽ ബുക, കരഞ്ഞതിന്റെ അടയാളമൊന്നും കാണില്ല. വകാന യസ്ലു ഖൗമൻ, അദ്ദേഹം കുറേ ആളുകൾക്ക് സഹായം കൊടുക്കാറുണ്ട്. വയക്സൂഹും, അവർക്ക് വസ്ത്രം കൊടുത്തേക്കും. വയഖൂലു ലിർറസൂൽ ഉൻദുർ അല്ലാ യഅലമു മൻ ബഅസ, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ വ്യക്തിയാണ്, ആരാണ് അയച്ചത് എന്ന് അറിയരുത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു.